കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഖരനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പ്രാഗിക്കൊണ്ട് 3 നേരം ഭക്ഷണം കൊടുക്കുന്നത് കണ്ട് അത് ചോദ്യം ചെയ്തിട്ടും യാതൊരു ഫലവുമില്ലാതെ അനുപമ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. സുശീല ശേഖരനോട് ചെയ്യുന്ന എല്ലാ ക്രൂരതകൾക്കും കൂട്ടുനിൽക്കുന്ന മകൾ സോനയും സുശീലയെ ചോദ്യം ചെയ്യാതെ ഇന്ദ്രനും സത്യനും. ശ്യാം മാത്രമാണ് അനുപമയെപ്പോലെ അങ്കിൾ എന്നെങ്കിലും വിളിക്കുന്നത്. അയാൾ എന്നാണ് ഇപ്പോഴും 3 മക്കളും ശേഖരനെ വിളിക്കുന്നത്. സാധാരണ അമ്മയ്ക്കില്ലാത്ത സ്നേഹം മക്കൾക്ക് അച്ഛനോടുണ്ടാകും. സ്വയം വിഷം കഴിച്ച അനുപമയെ കുറ്റക്കാരിയാക്കി ജയിലിൽ കിടന്ന സുശീലയോട് ഒരാനുകൂല്യവും മക്കൾ കാണിക്കരുതായിരുന്നു. അതെങ്ങനെയാണ്? സുശീലയ്ക്ക് വേണ്ടി കഥ എഴുതുന്നത് പോലെയാണ് സീരിയൽ കൊണ്ടുപോകുന്നത്. കന്യാദാനം എന്നൊക്കെ വെറുതെ ഒരു പേര് മാത്രമേ ഇപ്പോൾ സീരിയലിനുള്ളൂ. ഒരു ദിവസമെങ്കിലും ശേഖരനെ പട്ടിണിക്കിടാൻ വേണ്ടി സോനയുടെ കുട്ടിക്ക് പോളിയോ കൊടുക്കാനെന്ന പേരിൽ സുശീലയും സോനയും കൂടി വീട് പൂട്ടിയിട്ട് പോകുന്നു. സത്യനോടും ഇന്ദ്രനോടും സുശീല പോകുന്ന വിവരം പറയുന്നു, ശ്യാമിനോട് പറയുന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി വീട്ടിലേക്ക് വരുന്ന ശ്യാം വീട് പൂട്ടിയിരിക്കുന്നതായി കാണുന്നു. പുറത്ത് ശേഖരൻ ഇരിക്കുന്നുണ്ട്. സുശീലയും സോനയും എവിടെ പോയെന്ന് ശ്യാം ചോദിക്കുന്നു. അറിയില്ലെന്ന് ശേഖരൻ. സോനയെ വിളിച്ചിട്ട് സോന ഫോൺ എടുക്കുന്നില്ല. അങ്കിൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ശ്യാം ചോദിക്കുന്നു. ഇല്ല, എനിക്കിതൊക്കെ ശീലമാണെന്ന് ശേഖരൻ പറയുന്നു. ഒരു ദിവസം പട്ടിണി കിടന്നാലും പച്ചവെള്ളം കുടിച്ച് ജീവിച്ച കാലമുണ്ടായിരുന്നു. ഞാൻ പോയി പൊതിച്ചോറ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാം പോകുന്നു. ചോറ് വാങ്ങിക്കൊണ്ടുവന്ന് അവർ 2 പേരും കഴിക്കുന്നു. ഇടയ്ക്ക് ശേഖരൻ പുറത്തേക്ക് നോക്കുന്നു. എന്താ അങ്കിൾ നോക്കുന്നതെന്ന് ശ്യാം ചോദിക്കുന്നു. സുശീല കണ്ടുവന്നാൽ മോനും ചീത്ത കേൾക്കേണ്ടി വരുമെന്ന് ശേഖരൻ പറയുന്നു. അങ്കിളിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി തന്നതിന് അവർ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്കതിൽ അഭിമാനമേ ഉണ്ടാകൂ. ഞാനും ഇതുപോലെ പലർക്കും ചോറ് വാങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് ശേഖരൻ പറയുന്നു. പലരും ജോലി ചോദിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെ പറഞ്ഞയക്കില്ലെന്നും ശേഖരൻ പറയുന്നു. സുശീലയെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല എനിക്കൊരു മകനുണ്ടെന്ന കാര്യം. അതാണ് സുശീലയ്ക്ക് എന്നോടുള്ള ദേഷ്യത്തിനുള്ള തുടക്കം. അത് പിന്നെ ഏത് പെണ്ണായാലും അങ്ങനെ തന്നെ ചെയ്യൂ. പിന്നീട് എന്നും വഴക്കായിരുന്നു. സുശീലയുടെ ചീത്ത കേൾക്കാതിരിക്കാൻ ഞാൻ എന്നും മദ്യപിച്ച് വീട്ടിൽ വരൂ. ഇന്ദ്രേട്ടൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ശ്യാം ചോദിക്കുമ്പോൾ ശേഖരന് വല്ലാതെ ചുമ വരുന്നു. അപ്പോൾ തന്നെ സത്യൻ വരുന്നതുകൊണ്ട് പിന്നീട് അതേപ്പറ്റി ശേഖരനൊന്നും പറയുന്നില്ല. വീട് പൂട്ടിയിരിക്കുന്നത് കണ്ട് സത്യനും ചോദിക്കുന്നു, വീട്ടിലൊരാളുള്ളപ്പോൾ എന്തിനാണമ്മ വീട് പൂട്ടിയിട്ട് പോയത്? അങ്കിൾ അകത്തേക്ക് കയറാതിരിക്കാനാകും ആൻറ്റി എങ്ങനെ ചെയ്തതെന്ന് ശ്യാം പറയുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ ഒരു സെക്യൂരിറ്റിക്കാരന് കൊടുക്കുന്ന വിലയെങ്കിലും കൊടുത്തുകൂടെ നിങ്ങൾ മക്കൾക്കെങ്കിലും എന്ന് ശ്യാം ചോദിക്കുന്നു. അത് കേട്ടതും സത്യൻ പോയി ഗേറ്റ് പൂട്ടിയിടുന്നു. സുശീലയും സോനയും വരുമ്പോൾ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നു. സത്യനും ശ്യാമും വീട്ടിലുള്ളതറിയാതെ ശേഖരനാണ് ഗേറ്റ് പൂട്ടിയതെന്ന് കരുതി ശേഖരനെ സുശീല ചീത്ത വിളിക്കുന്നു. സത്യനെയും ശ്യാമിനെയും സോന വിളിക്കുന്നു. അവർ 2 പേരും ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ ഇന്ദ്രനെ വിളിക്കുന്നു. ഇന്ദ്രനും ശേഖരനെ ശാസിക്കുന്ന രീതിയിൽ മര്യാദക്ക് ഗേറ്റ് തുറക്കടോ എന്ന് വിളിച്ചു പറയുന്നു. ഇന്ദ്രൻ വന്നതുകൊണ്ട് സത്യൻ ഗേറ്റ് തുറക്കുന്നു. സത്യനും ശ്യാമും വീട്ടിലുള്ള കാര്യം അറിയുന്ന സുശീല പറയുന്നു, ശേഖരൻ പറഞ്ഞാണ് സത്യനെ കൊണ്ട് ഗേറ്റ് പൂട്ടിച്ചതെന്ന്. സത്യൻ ഗേറ്റ് പൂട്ടിയതിനും ശേഖരനെയാണ് സുശീല ചീത്ത വിളിക്കുന്നത്. സുശീലയുടെ സ്വന്തം മകനല്ല, എന്നിട്ടും നായകന്റെ പേര് കളയുന്ന ഇന്ദ്രൻ ജന്മം നൽകിയ അച്ഛന് വേണ്ടിയല്ല, അപ്പോഴും സുശീലയ്ക്ക് വേണ്ടി ഒരു മകന്റെ ഉത്തരവാദിത്വം പോലും മറന്നുപോകുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.